കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയും. ഈ കള്ളത്രാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് പറയുന്നത് ഈ കടയിൽ സാധനം തൂക്കി കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അല്ല കേട്ടോ, നമ്മുടെ ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളെയും ഇത് ബാധിക്കും. നമ്മുടെ ജോലി സംബന്ധമായി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അന്യായമാണ് എന്ന് തന്നെയാണ് എന്ന വചനത്തിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കർത്താവ് അത് വെറുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജോലി സ്ഥലങ്ങൾ അത് എവിടെ ആയിക്കൊള്ളട്ടെ, ഏത് ജോലി ആയിക്കൊള്ളട്ടെ, ടീച്ചർ ആയിക്കൊള്ളട്ടെ, വക്കീലായിക്കൊള്ളട്ടെ, ബിസിനസ്സുകാരനായിക്കൊള്ളട്ടെ, ഇനിയിപ്പോ എന്റെ കാര്യം, ഞാൻ പള്ളിയിലെ വികാരി അച്ഛനാണ്, എന്റെ കാര്യം എടുത്തോട്ടെ, എവിടെയെങ്കിലും നമ്മളൊരു കള്ളത്തരം കാണിച്ചാൽ നമ്മൾ കള്ളത്തരം കാണിക്കുന്നത് നമ്മളെ വിശ്വസിക്കുന്നവരെ ചതിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞ എന്റെ അടുത്ത് വന്ന അച്ഛാ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കൈയും കൂപ്പി കാണിച്ചിട്ട് കൈ ആട്ടി വിട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതിരുന്ന ഞാൻ ആരെയാ പറ്റിക്കണേ? ഞാൻ പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിച്ച് എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് പോയ ആ മനുഷ്യനെയല്ലേ? അതെ. ഇപ്പൊ നിങ്ങൾ ടീച്ചർ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് നിങ്ങൾ പഠിപ്പിക്കണം, സ്കൂളിൽ ഏൽപ്പിക്കുന്നത് നിങ്ങളെ വിശ്വാസമുള്ളതുകൊണ്ടാണ്. നിങ്ങളൊരു വക്കീലായിക്കൊള്ളട്ടെ, നിങ്ങളൊരു ബിസിനസ്സുകാരനായിക്കൊള്ളട്ടെ, നിങ്ങൾ ചെയ്യണ ജോലി വേറെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു IT പ്രൊഫഷണൽ, ഒരു PR ഏജന്റ്, ഒരു സാധനം ഡിസൈൻ ചെയ്യുന്ന ആള്, നിങ്ങൾ മനോഹരമായി ചെയ്യുമെന്നുള്ള നിങ്ങളോടിലുള്ള വിശ്വാസത്തെയാണ് നിങ്ങൾ ചതിച്ചു കളയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കള്ളത്രാസ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എടുക്കണ ഒന്നാണ് കള്ളത്രാസ്. കള്ളപ്പണി എടുക്കണവരായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ ആത്മശോധന ചെയ്ത് നോക്കാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.